എറണാകുളം ആലുവയിൽ രണ്ടംഗ സംഘം വാഹനങ്ങൾ തല്ലി തകർത്തു. ആലുവ ഉളിയന്നൂർ ചന്തക്കടവിന് സമീപത്ത് രണ്ട് വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. മദ്യലഹരിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ആലുവ സ്വദേശികളായ ഷാഹുൽ, സുനീർ എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, സംസ്ഥാന വ്യാപകമായി തന്നെ ഗുണ്ടാ വിളയാട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ആലുവ ഉളിയന്നൂരിലാണ് ഇന്നലെ ഗുണ്ടാക്രമണം ഉണ്ടായിരുന്നത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ രണ്ടംഗ സംഘം തല്ലി തകർക്കുകയായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞത്. വാഹനങ്ങൾ വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു. ഇത് വടി ഉപയോഗിച്ച് ഇവർ തല്ലി തകർക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആലുവ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോമ്പാറ സ്വദേശി സുനീർ ഒപ്പം ഷാഹുൽ എന്നീ രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇവർ ഈ സ്ഥലത്തെത്തുകയും പിന്നീട് വാഹനങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തത്. ഈ പ്രതികൾ നേരത്തെയും ഇത്തരത്തിൽ ഒരു ആക്രമണ കേസിലെ പ്രതികളാണ്. ആലുവയിൽ ഹോട്ടൽ തല്ലി തകർത്ത കേസിലെ ഹോട്ടലിൽ നിന്ന് സാധനം വാങ്ങിയതിനു ശേഷം പാഴ്സൽ ചാർജ് ചോദിച്ചതിന്റെ പേരിൽ ഹോട്ടൽ ഉടമയെ ആക്രമിക്കുകയും ഹോട്ടൽ ഉടമയ്ക്ക് നേരെ വധശ്രമം നടത്തുകയും അടക്കം ഉള്ള ഒരു ശ്രമത്തിന്റെ പേരിലായിരുന്നു കേസ് എടുത്തിരുന്നത്. ഈ കേസിലെ പ്രതികളായിട്ടുള്ള രണ്ടുപേരാണ് ഇപ്പോൾ ഈ ആലുവയിൽ ഇന്നലെ രാത്രിയും ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇവരെ രണ്ടുപേരും ഇപ്പോൾ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കിരൺ, കൊച്ചിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരമുള്ള സംഭവങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടാകാത്തതാണോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാഹചര്യം? ദേവിക, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഈ ആലുവ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എറണാകുളം റൂറൽ പോലീസിന്റെ പരിധിയിൽ ഗുണ്ടാക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയും ഒപ്പം മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗുണ്ടാക്രമണം നടന്ന ഒരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആലുവയിൽ നടന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം രാത്രിയിൽ ഈ നടുറോട്ടിൽ തന്നെ നടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ആലുവയിൽ പെരിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പെരിയാറിന്റെ പല ഭാഗങ്ങളിലായിട്ട് മണൽ മാഫിയ സംഘങ്ങൾ മണൽക്കടത്ത് നടത്തുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ അത്തരം പരാതികൾ നിലനിൽക്കെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ മണൽക്കടത്ത് സംഘങ്ങൾക്ക് സഹായത്തിനായിട്ട് ഗുണ്ടാ സംഘങ്ങൾ എത്തുന്നുണ്ടെന്നും ഇത് ആലുവയിലെ പല ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ച് ഉയർന്നത് പോലെയുള്ള മേഖലകളിലായിട്ട് തമ്പടിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. നാട്ടുകാർ ഇത്തരത്തിലുള്ള പരാതി പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതിനാൽ പോലും ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടാകുന്നില്ല എന്ന് വേണം ഈ തുടർച്ചയായിട്ടുള്ള ഈ ഗുണ്ടാക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ.